Urcreation's Rekhaskitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ തയ്യാറാക്കി പഠിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് നമ്മുടെ ചെറിയ ചുവന്നുള്ളിയും രണ്ടാമതായിട്ട് പുളിയും. ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളി ഒരു കറി നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. 3 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടാണ് ചുവന്നുള്ളി ചേർക്കേണ്ടത്. ചുവന്നുള്ളി ഞാനൊരു 200 ഗ്രാം ചുവന്നുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിക്ക് പകരം നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോ അതല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ചേർത്താൽ മതിയാവും. കാശ്മീരി ചില്ലി ആയ കാരണം എരിവ് കുറവായ കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1.5 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്തി എടുത്തിട്ട് കുരുവൊക്കെ നീക്കി എടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് കറി തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തിളപ്പിച്ച് ഒന്നും കൂടിയും തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പക്ഷേ ഇവിടെ കറി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ആരും ഇത് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഓംലേറ്റ് കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറികളൊന്നും അധികം വീട്ടിലില്ലെങ്കിലും പെട്ടെന്ന് ഒരു കറി വേണമെങ്കിൽ ഇതുപോലെ ഞങ്ങൾ കറി തയ്യാറാക്കി എടുത്താൽ മതി. ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടിയും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.